നമ്മളെല്ലാവരും പല തവണകളിലായിട്ട് ചിലപ്പോൾ കടന്നു പോയതും കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഫൈനാൻഷ്യൽ മിസ്റ്റേക്സുകൾ ഉണ്ടാവില്ലേ. അങ്ങനെ എസ്പെഷ്യലി മലയാളികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന 6 ഫൈനാൻഷ്യൽ മിസ്റ്റേക്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. മിസ്റ്റേക്സ് നമ്പർ 1, ഇൻകം കൂട്ടാതെ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുന്നത്. ചായ കുടി കുറയ്ക്കാം, നെറ്റ്ഫ്ലിക്സ് സബ്സ്ക്രിപ്ഷൻസ് കളയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലവുകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള അഡ്വൈസുകളായിരിക്കും നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. പക്ഷേ നമ്മൾ എത്രയൊക്കെ സേവ് ചെയ്താലും നമുക്ക് കിട്ടുന്നതിന് കൂടുതൽ നമുക്ക് ഒരിക്കലും സേവ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ പോലും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതേസമയം നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, എക്സ്പെൻസ് ലിമിറ്റഡ് ആണ്, ഇൻകം ലിമിറ്റഡ് അല്ല. ഇൻകം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾ ഇൻകം കൂട്ടിക്കൊണ്ട് സേവിങ്സ് കൂട്ടാനൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളെ തന്നെ റിവാർഡ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് ആവും. ഇനി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻകം കൂട്ടാം? ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു സർട്ടിഫിക്കേഷനോ ഒരു കോഴ്സിനോ വേണ്ടി നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട. ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളിൽ തന്നെയാണുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫ്രീലാൻസോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടോ വർക്ക് ചെയ്ത് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു നോക്കുക. അതൊരു ട്യൂഷൻ ആകട്ടെ, അതൊരു കോച്ചിങ് ആകട്ടെ, അതൊരു പേഴ്സണൽ 1-to-1 കോൾ ആകട്ടെ, ഒരു കൺസൾട്ടിങ് ആവട്ടെ, നിങ്ങൾക്ക് എന്താണേലും ചെറിയൊരു ചാർജോ ഫീസോ വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനോ ഒരു ആഗ്രഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പതിയെ സൈഡ് ഹസിലായിട്ട് നിങ്ങൾ കൊണ്ടുപോകുക. ചിലപ്പം ഒരു വഴി തെളിയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്തൊരു വഴി കൂടെ ആയിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 2, എമർജൻസി ഫണ്ട് സെറ്റപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ ഓൺലൈനിൽ എവിടെയൊക്കെ ഒരു കണ്ടതാണ് ഒരു സ്റ്റോറി. ഒരു ടെക്കി അയാളുടെ ജോലി പോകുന്നതിന് മുന്നേ വരെ വീട്ടുകാർ മോനെ 2 ചപ്പാത്തി കഴിക്കൂ എന്ന് പറഞ്ഞ ഒരാളുടെ അടുക്കൽ പിറ്റേ ദിവസം ജോലി പോയി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇനിയും ചപ്പാത്തി വേണോ നിനക്ക് എന്നുള്ളതായി ചോദ്യം. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടേ അങ്ങനെയാണ്. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ ഒരു വെർത്ത് തീരുമാനിക്കുന്നത് നമ്മളുടെ കയ്യിലുള്ളൊരു പണം ആണെന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു ഹാർഷ് റിയാലിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 3 to 6 മാസത്തെ വരുമാനം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ബാക്കപ്പ് എമർജൻസി ആയിട്ട് വേണം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം വന്നാൽ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പ് പോകാനോ വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല. ഒരു എമർജൻസി, മെഡിക്കൽ എമർജൻസി വരിക, അല്ലെങ്കിൽ ഒരു ജോലി പോവുക, പിന്നെ നിങ്ങൾക്ക് കരിയറിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരിക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനുകളിൽ മാത്രം യൂസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ആ ഒരു 6 മാസത്തെ സാലറിയുടെ എമൗണ്ട് ഒരു സെപ്പറേറ്റ് അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു FD ഇട്ട് വെക്കുക. പെട്ടെന്ന് ആക്സസിബിൾ അല്ലാത്തൊരു ലൊക്കേഷനിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അതിലോട്ട് ഓടിച്ചെല്ലുന്നത് നിർത്താം. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഒരു എമർജൻസി ഫണ്ട് തുടങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ആദ്യമേ വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു 500 രൂപയെങ്കിലും എമർജൻസി ഫണ്ട് എന്നുള്ളൊരു ഗോളിലോട്ട് നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. എത്ര നാൾ വേണേൽ എടുത്തോട്ടെ, പക്ഷേ ആ ഗോള് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. മിസ്റ്റേക്ക് നമ്പർ 3, ടേം ഇൻഷുറൻസ് എടുക്കാതിരിക്കുക. നമ്മൾ ടേം ഇൻഷുറൻസ് അത്ര പോപ്പുലർ അല്ല എല്ലാവരുടെ ഇടയിൽ. നമ്മൾക്ക് ചിട്ടിയും RDയും ഒക്കെ പോപ്പുലർ ആയതുപോലെ ശരിക്കും അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ടേം ഇൻഷുറൻസ്. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു ഹൗസ് ലോണ്, കാർ ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ എന്നാലും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബാധ്യത നിങ്ങളുടെ ഫാമിലിയിലോട്ട് വരും. അതുകൊണ്ട് ആ ഫാമിലിനെ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഫാമിലി കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഇൻകത്തിലാണ് ഡിപ്പെൻഡൻ്റ് ആകുന്നതെങ്കിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ളൊരു വഴി നിങ്ങളവിടെ തെളിച്ചു കൊടുക്കുകയാണ്. ഈ ടേം ഇൻഷുറൻസ് നമ്മൾ ഫാമിലിയോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്. നമ്മൾ ഇല്ലാത്തപ്പോഴും അത് നമുക്ക് കൊടുക്കാൻ കഴിയും. മിസ്റ്റേക്ക് നമ്പർ 4, റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഇല്ല. 60 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്ക്. ആ ഒരു ലൈഫ് സ്റ്റൈൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഒരു റഫ് ഫിഗർ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര രൂപ ഒരു മാസം നിങ്ങൾക്ക് ആ ടൈമിൽ വേണ്ടി വരുമെന്ന്. ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മുടെ പിള്ളേരൊന്നും നാട്ടിൽ കാണത്തില്ല. ചിലരെയൊക്കെ കാണണമെങ്കിൽ മേ ബി വാഷിങ്ടണും അമേരിക്കൻ ജംഗ്ഷനിലൊക്കെ പോകേണ്ടി വരും. സോ അവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഫാമിലി, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താനുള്ളൊരു ഇൻകം എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് ആ ഒരു ഗോളിലോട്ട് ഒരു 2000, 3000, 5000 രൂപ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. 5000 രൂപ
30 വർഷം കൊണ്ട് ഒരു 12% SIP ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 1.7 കോടി രൂപ ആവും. ചെറിയൊരു എമൗണ്ട് നമ്മൾ SIP ഇടുമ്പോൾ ഓവർ എ ലോങ് ടൈം അത് വലിയൊരു എമൗണ്ട് ആവും. അതാണ് കോമ്പൗണ്ടിങ്. ഓവർ ടൈം നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾക്ക് പൈസ ഇടാം. NPS മ്യൂച്വൽ ഫണ്ടോ FD RD എവിടെ വേണേൽ ഇടാം. പക്ഷേ ഇടുക, സേവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഗോള്. മിസ്റ്റേക്ക് നമ്പർ 5, ശമ്പളം കിട്ടുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവാറില്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഷോപ്പിംഗ്, പുറത്തു പോവും, അടിച്ചു പൊളിച്ച് പൈസ മൊത്തം തീർക്കും. മാസാവസാനമാകുമ്പം പൈസ ഇല്ല, അല്ലെങ്കിൽ ടൈറ്റ് ആവുന്നൊരു സിനേറിയയിലാണ് നിങ്ങൾ. എങ്കിൽ നിങ്ങൾ ശമ്പളം വരുമ്പോൾ തന്നെ കുറച്ച് എമൗണ്ട് സേവിങ്സിലോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കിയേ. നിങ്ങൾക്ക് കയ്യിൽ പൈസ ഇരുന്ന് കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്ത് തീർക്കണം എന്നുള്ളൊരാളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. സേവ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് എത്രയാണോ അതാണ് നിങ്ങളുടെ ശമ്പളം, അതാണ് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ എന്ന് നിങ്ങളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നിങ്ങളെ തന്നെ പറഞ്ഞ് പറ്റിക്കുക. പക്ഷേ ലോങ് ടൈമിൽ അത് നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു എമൗണ്ടോ സേവിങ്സോ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടനെ ഒരു ലോണോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും കടവോ അല്ലെങ്കിൽ ഒരു ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും. സോ അത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും ഒരു സേവിങ്സ് എമൗണ്ട് നമുക്ക് വെക്കാം. നേരത്തെ പറഞ്ഞ എമർജൻസി ഫണ്ട് അല്ലാതെ അതുക്ക് മേലെ ഒരു സേവിങ്സ് എമൗണ്ട് വേണം. ഇനി മിസ്റ്റേക്ക് നമ്പർ 6, ഇത് വീട്ടിൽ പ്രായമുള്ളവരോ അല്ലെങ്കിൽ നമ്മളുടെ അച്ഛനും അമ്മമാരൊക്കെ മോസ്റ്റ്ലി പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് റിസ്ക്കിയാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടാൽ പൈസ പോകും എന്നുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഗാംബ്ലിങ്ങിൻ്റെ ഒരു സ്ഥലമല്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഗാംബ്ലിംഗ് ആയിട്ട് കാണുന്നവരുണ്ട്, അങ്ങനെ കാണുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഡിസിപ്ലിനായിട്ട് അവിടെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ റിട്ടേൺസ് ഉണ്ടാക്കാൻ സാധിക്കും. അതിന് പകരം നമ്മൾ ഇന്ന് 1 ഇട്ട് നാളെ 2 ആക്കി വീണ്ടും 4 ആക്കാം എന്നുള്ളൊരു പ്ലാനിൽ വരുവാണെങ്കിൽ എല്ലാം പോകുന്ന ലക്ഷണം. അങ്ങനെ വരുന്നവരുടെ കഥകളാണ് നമ്മൾ പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ആൾക്കാരുടെ വീട് പോയി, ഉള്ളതെല്ലാം പോയി. അവരൊക്കെ മോസ്റ്റ്ലി 1 കിട്ടി 2 കണ്ടപ്പോഴത്തേക്കും അവരുടെ വീടും സ്ഥലവും ഒക്കെ വിറ്റ് 2-4 ആക്കാം എന്ന് പറഞ്ഞ് പോയവരായിരിക്കും. അങ്ങനെ ഒരിക്കലും ഡബിൾ ചെയ്യാനൊരു സ്ഥലമല്ല സ്റ്റോക്ക് മാർക്കറ്റ്. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് നമ്മളൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി ചെയ്യുവാണെങ്കിൽ വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അസറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഒരുപാട് അസറ്റുകൾ അന്വേഷിച്ച് സമയം കളയാനോ അല്ലെങ്കിൽ തലപോയിക്കാനോ ഒന്നും നിൽക്കേണ്ട. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സ് ആപ്പിൽ പോയി കഴിഞ്ഞാൽ Nifty 50 ഇൻഡെക്സ് ഫണ്ടോ അല്ലെങ്കിൽ സെൻസെക്സിൻ്റെ ഇൻഡെക്സ് ഫണ്ടോ ഒക്കെ കിട്ടും. അത് ഒരു സേഫർ അസറ്റാണ് കമ്പാരിറ്റീവ്ലി. ഓവർ ലോങ് ടൈം അത് പോസിറ്റീവ് റിട്ടേൺസ് തന്നെയാണ് തന്നിരിക്കുന്നത്. പാസ്റ്റിൽ ഒരു 20 വർഷം എടുത്തു നോക്കി ഓൺ ആവറേജ് 12% റിട്ടേൺസ് ആണ് തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് 12%ഉം 7% FD ഇട്ടാൽ കിട്ടും. എന്തിനാണ് 12% കിട്ടാൻ ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്നതെന്ന് ചോദിക്കാം, വാലിഡ് ചോദ്യമാണ്. പക്ഷേ ഓരോ പെർസെൻറ്റേജും ഓവർ എ ലോങ് ടൈം പീരീഡിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഈ 7% 20 വർഷം കൊണ്ടുതരുന്ന റിട്ടേൺസും ഈ 12% 20 വർഷം കൊണ്ട് തരുന്ന റിട്ടേൺസും നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. അത്ര വലിയ ഡിഫറൻസ് ആണ് ഒരു ലോങ് ടേമിൽ ഈ ചെറിയ പെർസെൻറ്റേജുകൾ നമുക്ക് ഉണ്ടാക്കി തരുന്നതെന്ന്. ഈ 6 കാര്യങ്ങളും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ട് 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളത് നോക്കിയേ. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ലൈഫും ഒരുപാട് ബെറ്റർ ആവും. ബെറ്റർ ആയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ വന്ന് കമൻറ്റ് ഇടണം, ഇതൊക്കെ ട്രൈ ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആയില്ല എന്ന്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവരും ഷെയർ ചെയ്യുക. ഒരാൾക്ക് ഈ വീഡിയോ കൊണ്ട് അവരുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ഈ വീഡിയോയുടെ വിജയം. ഇതേപോലെയുള്ള കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റും ഫൈനാൻസ് കണ്ടന്റ്സും ഈ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.